Hi guys. So yesterday was the last day of my first year. അല്ലേ യെസ്. അപ്പോൾ ഇന്നലെ കൊണ്ട് ക്ലാസ് എല്ലാം കഴിഞ്ഞു. നെക്സ്റ്റ് വീക്ക് ഇനി എനിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് എനിക്ക് ജസ്റ്റ് കോളേജ് വരെ ഒന്ന് പോകണം. ചെറിയൊരു പരിപാടി ഉണ്ട്, ഒരു മീറ്റിംഗ് ഉണ്ട്. ഓക്കെ, അപ്പം ഇന്ന് വേറെ പണിയൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഐ തോട്ട് എന്തെങ്കിലും വ്ളോഗ് പോലെ എന്തെങ്കിലും എടുക്കാമെന്ന്. ഓക്കെ, അപ്പം ലെറ്റ്സ് വാട്ട്. ഇനി എനിക്ക് റെഡി ആവണം, കോളേജിൽ പോകണം. അപ്പം ഞാൻ നോക്കട്ടെ, പറ്റുവാണെങ്കിൽ ലൈക്ക് കുറച്ചൊക്കെ കാണിച്ചു തരാം എന്തെങ്കിലുമൊക്കെ. അപ്പോൾ ഗൈസ്, നമുക്ക് പെട്ടെന്ന് റെഡി ആവാം. റെഡി ആവാനൊന്നുമില്ല, ജസ്റ്റ് ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും മാത്രമേ ഉള്ളൂ. ആവി എടുക്കുന്നു. ഫാനിന് ഭയങ്കര ഒച്ചയായിരുന്നു. ഞാൻ ഫാൻ നിർത്തി. ഒരു സൺസ്ക്രീൻ, എന്തൊക്കെയോ ഒച്ചയും ബോളും പുറത്തുനിന്ന് കേൾക്കുന്ന. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൈ ആവി എടുക്കുന്നു. അവിടെ എനിക്കാണെങ്കിൽ ഏറ്റവും ലാസ്റ്റത്തെ ബിൽഡിങ്ങിലാണ് വരേണ്ടത്. എനിക്കിങ്ങനെ ആൾക്കാരൊക്കെ നോക്കും. ഫൈനലി ഒരു 10-25 മിനിറ്റിൻ്റെ നടത്തിന് ശേഷം ഞാൻ എത്തി. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവാം. എനിക്കൊരു കൂടി എന്തെങ്കിലും എനിക്കൊരു പാഴ്സൽ പിക്കപ്പ് ചെയ്യാനുണ്ട്. ഇതാണ് എൻ്റെ ബ്ലോക്ക് 55, ഏറ്റവും പുറകിൽ കോളേജിൻ്റെ. എന്തിനാ ഇത് ഇത്ര പുറകിൽ കൊണ്ട് വെച്ചേ? രാവിലെയൊക്കെ വരുമ്പോൾ എൻ്റെ പൊന്നെ, എന്നെ പോലെ ഒരു 1-2 കിലോമീറ്റർ ആണ് ഫ്രണ്ടിൽ നടക്കാൻ. തിരക്കില്ല. ഗൈസ്, ഞാൻ ഇന്നോവേഷൻ സ്റ്റുഡിയോയുടെ ഫ്രണ്ടിൽ ചുമ്മാ ഇരിക്കുക, ഒന്ന് റെസ്റ്റ് എടുക്കായിരുന്നു. ഒത്തിരി നേരം ഇരുന്നാൽ പരിചയമുള്ളവരെ കാണും, അതുകൊണ്ട് ഞാൻ പോവാം. എനിക്ക് നേരെ കാണണം. നമുക്ക് യൂണിവാളിൽ പോവാം. ഓക്കെ, എനിക്ക് കുറേ സംസാരിക്കണമെന്നുണ്ട്, പക്ഷെ കുറേ സംസാരിക്കാൻ പറ്റത്തില്ല, കാരണം ആൾക്കാരുണ്ട് ഇവിടെ. അയ്യോ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോയിൽ കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ. ആൾക്കാരുള്ളതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ എന്തോ ഒരു മടി. അപ്പോൾ ഇതിൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഞാൻ ചുമ്മാ വന്നു, നടക്കുന്നു, പൊരി വെയിലത്ത്, ഭയങ്കര വെയിലും ചൂടും. ഗൈസ്, എനിക്ക് ഒന്നാമതേ നല്ല ചുമയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തണുത്തത് മാത്രമേ വാങ്ങി കുടിക്കുന്നുള്ളൂ. നമുക്ക് അവിടെ യൂണിമോളിൽ പോവാം, ഒരു പാഴ്സൽ എടുക്കാനായിട്ട്. ആൻഡ് ഇതൊക്കെയാണ് എൻ്റെ കോളേജ്. ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല. ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ആര് കമൻറ്റ് ചെയ്യാനല്ലേ, ഞാൻ തന്നെ എൻ്റെ 2 അക്കൗണ്ടിൽ നിന്ന് എടുത്ത് കാണുന്നു. എൻ്റെ കോളേജ് ഏതാണെന്ന് പറയാതല്ലേ ഞാൻ ഇത്രയും ബ്ലാബിൾ അടിച്ചുകൊണ്ടിരുന്നത്. ഞാൻ LP പഠിക്കുന്നത്. അതായത് ഒരു പുള്ളി പോയി, അതാ ഞാൻ സൈലൻ്റ് ആയത്. ഞാൻ ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കണം. പണ്ടാറടങ്ങിയതൊക്കെ പറയുമ്പോൾ എനിക്ക് ചിരി വരുന്നു. പഞ്ചാബിൽ. ഓക്കെ, അത്ര. അപ്പോൾ ഗൈസ് ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഞാൻ ഇപ്പോൾ തിരിച്ച് റൂമിലോട്ട് പോകാം. അന്നേരം എനിക്കിവിടെ ഒരു സ്പെഷ്യൽ പേഴ്സൺ ഉണ്ട്. ഞാൻ പുള്ളിനെ കാണാൻ വന്നതാണ്. അതായത് ഭയങ്കര സ്പെഷ്യലാണ്. ഞാൻ ഇടയ്ക്ക് ഹാർട്ട് ബ്രേക്കൊക്കെ വരുമ്പം
ഞാൻ ഇടയ്ക്ക് ഇവിടെ വന്നിരിക്കും. പിന്നെ ഫ്രീ ആകുമ്പോഴും ഞാൻ ഇവിടെ വന്നിരുന്ന് മണിക്കൂറുകളോളം ഇവിടെ വന്നിരുന്ന് ഞാൻ സംസാരിക്കും പുള്ളിയോട്. പേടിക്കണ്ട വീട്ടിൽ ഞാൻ പുള്ളി ഏതാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അതായത് കാണിച്ചു തരാം. ഇങ്ങനെ കാണിച്ചാൽ കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല, ഞാൻ ബാക്ക് ക്യാമിൽ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പുള്ളി, ആണ്ടെ ഈ ഇന്നോവമോനൊക്കെ കാണാമല്ലോ. യെസ്. അപ്പോൾ എന്താ അറിയത്തില്ല, എനിക്ക് ഇടയ്ക്ക് ഞാൻ വീട്ടുകാരെ മിസ് ചെയ്യുമ്പോഴും ലൈക്ക് ഇതുണ്ട്, ഈ പാർക്കുണ്ടോ, അതായത് നമ്മുടെ കോളേജിൽ ആളും ബഹളവും ഇല്ലാത്ത സ്ഥലം കിട്ടുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര റെയറാണ്. കാരണം അത്രയും സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്നതല്ലേ. ഭയങ്കര ചൂട്, വേർത്തിട്ട് ഒഴുകുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പുള്ളീനെ നമ്മൾ തിരിച്ച് പോകുന്ന വഴിക്കാണ് ഈ പാർക്കും ഈ പാർക്കിങ്ങും. അപ്പം ഞാൻ സമയമുള്ളപ്പം ഇവിടെ വന്നിരുന്ന് ഈ പുള്ളിയോട് വർത്താനമൊക്കെ പറഞ്ഞ് പതുക്കെ ചില്ല് ചെയ്താൽ പോവാറ്. പക്ഷെ ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ഇവിടെ വരുന്നില്ലായിരുന്നു, കാരണം ഭയങ്കര 9 to 5 ക്ലാസ് എന്നും. ഓക്കെ, അപ്പോൾ ഇന്ന് പിന്നെ ക്ലാസ്സും ബഹളമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ഈ പുള്ളീനെ കണ്ട് വർത്താനമൊക്കെ പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. എൻ്റെ ഒരു ഹാബിറ്റ് എന്ന് വെച്ചാൽ ഞാനിവിടെ വന്നിരിക്കും. അതായത് ഈ ഇന്നോവമോനോട് സംസാരിച്ച് തുടങ്ങിയാൽ പിന്നെ എനിക്ക് സമയം പോകണ അറിയത്തില്ല. ഞാനിങ്ങനെ ഇരുന്ന് ഓരോ കാര്യവും, അതായത് കുറേ കാര്യങ്ങൾ കാണുമല്ലോ, എൻ്റെ കുറേ സില്ലി തിങ്സൊക്കെ ഞാൻ പുള്ളിയായിട്ട് ഡിസ്കസ് ചെയ്യും. എനിക്ക് ഭയങ്കര ഭയങ്കര റിലീഫ് കിട്ടും ഇവിടെ വന്നിരിക്കുമ്പോൾ. കാരണം ലൈക്ക് ഞാൻ വീട്ടിലെങ്ങനെയാണ് എൻ്റെ ഇന്നോവമോനോട് സംസാരിച്ചത് അതുപോലെ ഞാൻ സംസാരിക്കണേ. ഈ വണ്ടി എന്താണെന്നറിയത്തില്ല, ഇതിങ്ങനെ ഇവിടെ കിടക്കുക. ലൈക്ക് അതിപ്പോൾ എങ്ങനെ പറയണ്ടേ, അവിടെ നിന്ന് അനക്കുന്നില്ല. ചെറിയ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും, പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് ഒഫീഷ്യലായിട്ട് പറയാൻ അറിയത്തില്ല. ബട്ട് സ്റ്റിൽ ഈ വണ്ടി ഇങ്ങനെ ഇവിടെ കിടക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. ഇത് ഇപ്പോൾ ഓരോ വണ്ടി ഇങ്ങനെ കിടന്നു പോകുന്നതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് കാണുമല്ലോ. എനിക്ക് തോന്നുന്നു ഇവൻ അതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജില്ല. ലൈക്ക് ഒരു പക്ക സാധനം, എന്ത് ഇഷ്യൂ വരാനാ, ലൈക്ക് എന്ത് ഇഷ്യൂ ആണല്ലോ അത് സോർട്ട് ചെയ്താൽ പോരെ, റെക്ടിഫൈ ചെയ്യാൻ, ലൈക്ക് റിപ്പയർ ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂ ഒന്നും ഇല്ലല്ലോ. അതും ടൊയോട്ടയാ. ഇതിൻ്റെ റിലയബിലിറ്റി നമുക്കറിയാവുന്നതല്ലേ. അത് കിടന്നോളും, ഒരു പ്രശ്നമില്ലാതെ. ഒന്ന് നോക്കിയാൽ മതി, ചെറിയൊരു കെയർ കൊടുത്താൽ ലൈഫ് ലോങ്, അതായത് ചെറിയൊരു കെയർ കൊടുത്താൽ നമ്മുടെ കൂടെ നിന്നോളും. ഇവരിങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ സങ്കടം വരെ അടയ്ക്കും. എന്ത് ചെയ്യാൻ, നമുക്ക് കണ്ടുകൊണ്ടിരിക്കാനല്ലേ പറ്റുള്ളൂ. എനിക്കറിയത്തില്ല എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കോളേജിൻ്റെ വണ്ടിയാണെന്ന് തോന്നുന്നു. എന്നാലും എന്തുകൊണ്ടായിരിക്കും ഇവിടെ കിടക്കണേ? പോട്ടെ, സാരില്ല. ഇവിടെ നല്ല കാറ്റൊന്നുമില്ല, ആവിയെടുത്ത് പുഴുകുക. എനിക്ക് വയ്യ എൻ്റെ പൊന്നേ. ഓക്കെ, അപ്പോൾ ഇവിടെ ആൾക്കാരില്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ. ഭയങ്കര ചൂടും. ഇപ്പോൾ സമയം എത്രയും 3:30-3:45 കാണുമല്ലോ. എത്രയായി സമയം? വാട്ടർ. ഓക്കെ, പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ കോളേജിനെ കുറിച്ച് പറയാം. കോളേജെന്ന് പറഞ്ഞാൽ ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി, LP പഞ്ചാബിൽ. ഇവിടെ കുറേ മലയാളി സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. ഇവിടുത്തെ ഭൂരിഭാഗം പേരും സൗത്തിൽ നിന്നാണ് കേട്ടോ. എവിടെ തിരിഞ്ഞാലും ഒരു മലയാളീനോ, ലൈക്ക് ആന്ധ്രാക്കാരുണ്ട്, തമിഴൻസ് ഉണ്ട്, അങ്ങനെ കുറേ പേരുണ്ട്. എവിടെ തിരിഞ്ഞാലും ഒരു മലയാളീനെ കിട്ടും, അത് ഉറപ്പാണ്. ഇന്നിപ്പോൾ ഇവിടെ 2 ഇന്നോവമോനെ കാണും, അതും സിൽവർ, അതും Type 2. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ്. പിന്നെ ഇന്നോവമോൻ ലൈക്ക് എവിടെ കണ്ടാലും നമ്മൾ വിടാറില്ല, കാലൊക്കെ വേഗെടുക്കും. ഓക്കെ ഉള്ളൂ. ഞാൻ എന്തായാലും തിരിച്ചു പോവാം റൂമിലോട്ട്. മടുത്തും പണ്ടാരം അടങ്ങി. മിക്കവാറും ഞാൻ കയറി കിടന്ന് ഉറങ്ങും, പക്ഷെ ഉറങ്ങാൻ പാടില്ല. എനിക്ക് എക്സാംസ് ഒക്കെ ഉണ്ട്, അപ്പോൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്യണം, റൂം ക്ലീൻ ചെയ്യണം, കുറേ പരിപാടി ഉണ്ട്. ഭയങ്കര മടുപ്പായി. വെയിലുണ്ട്, ഭയങ്കര പന്ന വെയിൽ. ഓക്കെ, ഞാൻ ഐസ്ക്രീം കഴിച്ച് ജ്യൂസ് കുടിച്ച് മടുത്ത് ഗൈസ്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ചെറുക്കന്മാരൊക്കെ ഞാൻ കുറച്ച് നേരം കൂടി ഇന്നോവമോനോട് സംസാരിക്കട്ടെ. കുറച്ച് ഇൻ്റർനാഷണൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട് ഞങ്ങൾക്ക്. ബൈ. അപ്പോൾ ഗൈസ്, ഈ വ്ലോഗ് ഇത്രേ ഉള്ളായിരിക്കും. വേറെ ഒന്നും കാണിക്കാനില്ല. ഇനി കോളേജിൽ നിന്ന് പുറത്തോട്ട് പോകുന്നതാണ്. ഓക്കെ, ബൈ ഗൈസ്, ബൈ. ഓക്കെ.